വ്ളോഗ്സ് അല്ല വ്ളോഗ്സ്. ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും ആവശ്യം. എല്ലാവർക്കും ബാലു വ്ളോഗ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. യെസ്, അങ്ങനെ ബാലു വ്ളോഗ്സിലെ 3 minute വാട്ടർമെലൺ ചലഞ്ച് എന്ന് പറഞ്ഞ സാധനം പറയാൻ പറ്റുന്നില്ല. 3, 2, 3 സ്റ്റാർട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബാലു വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പറയ്, ഞാൻ പറഞ്ഞത് അതുപോലെ പറയും. അല്ല, ഒരിക്കൽ കൂടി പറയാം, അത് നമ്മൾ ഷൂട്ട് ചെയ്തില്ലായിരുന്നു. ബാലു വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ കഞ്ഞി കുടിച്ചായിരുന്നു കൊച്ചി? എന്താണ് കഴിച്ചത്? മുട്ടയും പഴവും കഴിച്ചിട്ടാണ് കുട്ടി ഇരിക്കുന്നത്. ആൻഡ് ഈ കുട്ടൻ പറയൂ. എല്ലാവർക്കും ബാലു വ്ളോഗ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. രാവിലെ എന്താ കഴിച്ചേ? രാവിലെ ഒന്നും കഴിച്ചില്ല. ഞാൻ പുട്ടാ കഴിച്ചത്. ഒന്നും കഴിച്ചിട്ടില്ല. അല്ലേ? ഓക്കെ. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് വാട്ടർമെലൺ ചലഞ്ച് ആണ്. അതായത് ഈ ഒരു വത്തക്ക എന്ന് പറയും, പിന്നെ വേറെ എന്താ പറയുന്നത്? വാട്ടർമെലൺ. വേറൊരു പേര് കൂടെ പറയും, തണ്ണിമത്തൻ. അപ്പോൾ ഇത് കഴിക്കുന്ന ഒരു ചലഞ്ച് ആണ്. അതായത് നമ്മളൊരു 3 മിനിറ്റ് സമയം വയ്ക്കും. 3 മിനിറ്റിനുള്ളിൽ ഈ ഒരു വത്തക്ക കഴിച്ച് തീർത്തിരിക്കണം. 3 പേർക്കും ഏകദേശം ഒരേ സൈസിലുള്ള വത്തക്കയാണ്, അല്ല സോറി വാട്ടർമെലൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ അഞ്ജലിക്ക് എടുത്തിരിക്കുന്നത് ഒരു ഇത്തിരി ചെറുതാണ്, ബിക്കോസ് ഒരു ലേഡി അല്ല. അതുകൊണ്ട് ചെറിയൊരു പരിഗണന കൊടുത്തിട്ട് നമ്മൾ ചെറിയൊരെണ്ണം എടുത്തിരിക്കുന്നത്. എനിക്ക് ഏറ്റവും വലുതാണ്. എനിക്ക് വലുതാണ്. എനിക്ക് വലുത്. എന്നെ കണ്ടാ പറയുവാ? ഇല്ല, വേണ്ട. അപ്പൊ ഏതായാലും ഇന്ന് നമ്മളോടൊപ്പം വീഡിയോയിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് ഒന്ന് ഇൻസ്റ്റാഗ്രാമിന്റെ റീൽസിലെ മുത്ത് അഞ്ജലി PS. കണ്ടോ? കാർക്കുന്തല് കണ്ടോ? എന്താ വളവിടുന്നത് ചേട്ടാ? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല, ദൈവമായിട്ട് എനിക്ക് അനുഗ്രഹിച്ചു തന്നെയാണ് ഈ സൗന്ദര്യവും ഈ മുടിയൊക്കെ. പിന്നെ ഇപ്പുറത്തിരിക്കുന്നത് MK പ്രദേശിലെ മറ്റൊരു മുത്താണ് ഹസേർ. ഒരു ഹായ് കൊടുക്ക്, ഫാൻസിനൊക്കെ വലിയൊരു ഹായ് കൊടുക്ക്. ഓക്കെ. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചലഞ്ച് എന്ന് പറയുന്നത് വാട്ടർമെലൺ ചലഞ്ച് ആണ്. നമ്മുടെ കയ്യിൽ 3 വാട്ടർമെലൺ ഉണ്ട്. അപ്പോൾ 3 കഴിച്ചു തീർക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച്. ഇനി പണിഷ്മെന്റ് എന്താന്ന് പറയട്ടെ? എന്തായിരിക്കും? പറഞ്ഞോ. എന്നാലും എന്ത് പണിഷ്മെന്റ് തന്നാലും സ്വീകരിക്കാൻ തയ്യാറാണോ? യെസ്. ഇവിടോ വാ തുറന്നു എല്ലാം പറ. അപ്പോൾ ഇതിന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് 3 കൈ വെക്ക്. ഈ ഗെയിമിൽ ഇവിടെ വെക്ക്, കൈ ഇവിടെ. ഈ ഗെയിമിൽ ഒരു കള്ളക്കളിയും കാണിക്കില്ല. ഈ ഗെയിമിൽ ആര് പരാജയപ്പെട്ടാലും പറയുന്ന പണിഷ്മെന്റ് അതുപോലെ തന്നെ ചെയ്തിരിക്കും. അതാണ് ബാലു വ്ളോഗ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജയ് ഹോ. ജയ് വിളിക്ക്. അപ്പൊ എന്നാ സ്റ്റാർട്ട് ചെയ്യല്ലേ? ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ പണിഷ്മെന്റ് എന്താണെന്ന് കൂടി പറയാം. വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ചില്ലാറ്റ് കഫേയിലാണ്. അപ്പം ഇവിടുത്തെ നല്ല മണലാണ്. അപ്പൊ ഈ മണലിൽ കിടന്ന ഉരുളണമെന്നല്ല, എന്താണ്? ചൈന പ്രദർശനം. സോറി, ചൈനയല്ല, അത് ആരാണെങ്കിലും ഓക്കെ. ഇതിനകത്ത് ഒരാളായിരിക്കും വിൻ ചെയ്യുന്നത്, മറ്റേ 2 പേരും ചെയ്തിരിക്കണം. ഓക്കെ. അപ്പോൾ ഏതായാലും നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 3 മിനിറ്റ് ആണ് നമ്മൾ ടൈമർ സെറ്റ് ചെയ്യുന്നത്. 3 മിനിറ്റിനുള്ളിൽ കഴിച്ചു തീർക്കണം എന്നതാണ് നമ്മുടെ ഈ ഒരു ഗെയിമിന്റെ പ്രത്യേകത. ഇനി കഴിച്ചു തീർക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അവർ വിജയിക്കും. അല്ലാത്ത ആൾക്കാർ 2 പേര് പണിഷ്മെന്റ് ചെയ്യണം. ഓക്കെ, റെഡിയാണോ? റെഡിയാണ്. സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, റെഡി? 1, 2, 3 സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. പതുക്കെ മതി. ഓക്കെ. കൈ മുറിക്കല്ലോ, മുറിച്ചിട്ട് കൈ കൊണ്ട് കഴിച്ചാൽ മതി. പതുക്കെ മതി. നിച്ചാദിക്ക് മുറിച്ച പോരാ. ഞാൻ വിടത്തില്ല. ജയിച്ചാൾ മാറി ബാക്കി 2 പേർക്കും പണിഷ്മെന്റ് ഉണ്ടാവും. ജയിച്ചാളില്ലാതെ ബാക്കി 2 പേർക്കും പണിഷ്മെന്റ് ഉണ്ടാവും. എവിടുത്തെ പരിപാടിയാണ്? ഒരു ബൗളുണ്ട് അതിനകത്ത്, എനിക്ക് പച്ച തന്നു. പിന്നെ അത്യോണം പറ്റി നോക്കണ്ട. വാട്ടർമെലന്റെ പുറകെ കണ്ടിട്ടല്ലേ എടുത്തത്?
പറ്റുന്നില്ല. അഞ്ജലി പി എസ് ജയ് ഹോ. ഈ യൂട്യൂബ് ചാനൽ ഞാൻ എന്റെ സർവ്വ ഐശ്വര്യത്തിന് വേണ്ടി തുടങ്ങിയതാ. പക്ഷെ എന്ന് മുതലാണോ ഗെയിം ചെയ്യാൻ തുടങ്ങിയത് അന്ന് മുതൽ മൊത്തം ഞാനാ കിടന്ന് ഉരുണ്ടോണ്ടിരിക്കുന്നതും. എന്തോ പറഞ്ഞ സമയം കഴിഞ്ഞു, 3 മിനിറ്റ് കഴിഞ്ഞു. ഈ ഒരു 3 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ ആളെ കഴിച്ചിരിക്കുന്നത് ഞാൻ ഇത്രയും കഴിച്ചു. ഇതൊന്ന് കാണിക്കോ? നിങ്ങൾ ഇത് വെച്ചേക്കുന്നത് എന്തുവാ? ക്യാമറമാൻ ഒന്ന് കാണിക്കോ? ഞാൻ മുറിച്ചോണ്ടിരുന്നപ്പോഴാണ് കട്ട് ചെയ്തത്. നോക്കൂ. പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് വലുതാന്ന്. വലുതെന്ന് പറഞ്ഞാൽ മതി. അവനവൻ തന്നെ അല്ലേ സെലക്ട് ചെയ്ത്. 3ഉം ഒരേ വെയിറ്റ് സാധനം, ഒരേ വെയിറ്റ് ആണ്. ഇതും കറക്റ്റ് വെയിറ്റ് ആണ്, ഇതും കറക്റ്റ്. ഇത് മാത്രമല്ല ഇത്തിരി ചെറുത്. അത് അഞ്ചരയ്ക്ക് നോക്കൂ. ചേട്ടാ ആരാ ചോദിച്ചേ? ആരാ ചോദിച്ചത്? പറയേ. സുഹൃത്തുക്കളെ, ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും ഒരു ദിവസം വരും എന്ന് പറയുന്നത് വളരെ കറക്റ്റ് ആണ്. ഇന്നത്തെ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് ആരാണ്? ബാലു. ആരാണ്? ബാലു. അപ്പൊ ഏതായാലും നമ്മുടെ 3 മിനിറ്റ് വാട്ടർമെലൻ ചലഞ്ചിൽ വിൻ ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ് സുഹൃത്തുക്കളെ, ഞാൻ തന്നെയാണ്. മനസ്സിലായി? ഒരു ദിവസം എന്റേതായിട്ടൊരു ദിവസം കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അതാണ് ഇന്നത്തെ ദിവസം. അപ്പൊ ഏതായാലും രണ്ടുപേരും ഉരുള റെഡിയാണോ? റെഡിയാണോ? ഈ കാർക്കൂന്തലൊക്കെ വെച്ച് ഉരുളോ? നമുക്ക് ഏതായാലും പണിഷ്മെന്റിലേക്ക് കടക്കാം. കമോൺ. ഞാൻ വരുന്നില്ല. യെസ്, അങ്ങനെ ബാലു ബോക്സിലെ 3 മിനിറ്റ് വാട്ടർമെലൻ ചലഞ്ചിൽ ഇന്ന് വിൻ ചെയ്തിരിക്കുന്നത് ബാലു തന്നെയാണ്. ജയ് ഹോ. എടോ ആരെങ്കിലും ജയ് വിളിക്കേ? എടോ ഒന്ന് ജയ് വിളിക്ക്. ജയ് ഹോ. അപ്പൊ ഏതായാലും പറഞ്ഞ പോലെ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ തണ്ണിമത്തനെ തൊട്ട് നിങ്ങൾ രണ്ടുപേരും സത്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പറയുന്ന പണിഷ്മെന്റ് അതുപോലെ തന്നെ ചെയ്യുന്നു. നമ്മൾ പണിഷ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് വിൻ ചെയ്തിരിക്കുന്നത് ഞാനാണ്. സോ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ചൈനയല്ല, ശയന പ്രദക്ഷിണം. എവിടെ? നമ്മുടെ ആലപ്പുഴ ബീച്ചിനടുത്തുള്ള ചില്ലാറ്റ് കഫേയിൽ. ഓക്കെ, അപ്പൊ രണ്ടുപേരും ഉരുള റെഡിയാണോ? അഞ്ജലി മുടിയാട്ടാന്ന് പറയുന്നത്. കുട്ടിക്ക് മുടിയാണോ? മാങ്ങ തിന്നാൻ പറ്റില്ല. പച്ചമാങ്ങ. നിന്റെ ഗർഭിണിയാണോ? വന്നപ്പോ മുതൽ ചാമ്പയ്ക്ക, മാങ്ങ, ചക്ക, പേരയ്ക്ക. സത്യം പറയും. ഗർഭോ? കേസ് വിട്ടു. ഓക്കെ. അപ്പൊ ഇതിൽ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പൊ ഏതായാലും ബാലു വ്ലോഗ്സിന്റെ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് പണി വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ ഹസീറാണ്. ഇന്നത്തെ ദിവസം ഞാൻ ആദ്യമായിട്ട് ജയിച്ചു. അതുപോലെ തന്നെ അഞ്ജലി പി എസ് 8 നിലയിൽ പൊട്ടിപ്പോയിരിക്കുകയാണ്. സങ്കടം ഉണ്ടോ കേട്ടോ? വിഷമമുണ്ടോ? നമ്മുടെ അടുത്ത് പിള്ളേർ വരുന്നുണ്ട്. അപ്പം തരാം. എന്ത്? വേറെ പണി. ആർക്ക്? ഞാൻ കൊട്ടേഷൻ കൊടുക്കാൻ. ആർക്ക്? നമ്മുടെ ചപ്പി കരച്ചിൽ വരുന്നുണ്ടോ? ചെറുതായിട്ടൊരു കരച്ചിലൊക്കെ വരും. കണ്ണി ഒന്ന് ഇറക്കുന്നുണ്ടോ? ഇല്ല, അത് മണ്ണ് കറിയല്ലേ. നമുക്ക് അഞ്ജലിയുടെ മുടിയാട്ടം ഒന്നുകൂടെ കാണണ്ടേ? കാരണം സിമ്പിൾ ആയിട്ടല്ലേ എടുത്ത ഒരു പ്രാവശ്യം മുടിയാട്ടം ആടിയിട്ട് പോയാൽ മതി. ജിമിക്കും കമ്മലും. യെസ്, അപ്പൊ ഏതായാലും ബാലു ബോക്സിൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ കമന്റ് ചെയ്യുന്ന ഓരോ ആൾക്കാരെയാണ് നമ്മൾ നമ്മുടെ വീഡിയോസിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇനി നിങ്ങൾക്ക് ആരെയാണോ നമ്മുടെ വീഡിയോസിൽ കൊണ്ടുവരേണ്ടത്
ആ ഒരാളെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ അവരെ ആ ഒരു വീഡിയോയിൽ കൊണ്ടുവരും. പറയേ എല്ലാരും വീഡിയോ അതല്ല വീഡിയോ കാണണം, കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, അമർത്തിയേക്കണം. ടാറ്റാ.